guys, welcome to my new vlog. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചുമ്മാ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഇന്ന് കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം കൂടെ ചേർത്തിട്ടൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാനും സൂര്യയുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് മേടിക്കാൻ പോകണം. പിന്നെ വന്നിട്ട് ഇന്ന് നൈറ്റ് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. സോ പ്രോഗ്രാമിന് പോകണം. അതിന് പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണിന്ന്. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോകാം. ഞാനിന്ന് കുറേ ദിവസത്തിന് ശേഷം വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഭയങ്കര ഓവർ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ് ഒരുങ്ങി നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഇതാണ് ഉള്ളിട്ട് ഡ്രസ്സല്ലേ ഞങ്ങൾ ഇട്ടേക്കുന്നത്. ഈ ഒരു ബാഗും ഈ ഒരു പെനിനാണ് ഇട്ടേക്കുന്നത്. സോ നമുക്ക് പോകാം. സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള ഷോപ്പിൽ ഫുള്ള് ക്രിസ്മസ് ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇതൊരു പുതിയ കടയിൽ ഇതുവരെ കയറിയിട്ടില്ലായിരുന്നു. നോക്കിയപ്പോൾ കുറേ ചപ്പലിൻ്റെ നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നു. പിന്നെ എന്നും പോകുന്ന പോലെ ബേക്കറിയിൽ പോയി എന്നും വ്ളോഗ് എടുക്കുമ്പോൾ ശനിയാഴ്ച ബേക്കറി തന്നെ ആകുമ്പോൾ ബോറാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അധികം ഒന്നും അങ്ങനെ കാണിച്ചില്ല കേട്ടോ. കുറച്ച് കാണിക്കാമെന്ന് വെച്ചാൽ കാരണം എപ്പോഴും ഒരുപോലെ ആയത് നിങ്ങൾക്ക് ബോറാവുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ബേക്കറി ഇപ്പോൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ കുറേ ക്രിസ്മസിൻ്റെ ഡ്രസ്സൊക്കെ ഫുൾ ക്രിസ്മസ് വൈബായിരുന്നു അവിടെ. പിന്നെ നല്ല മഴക്കോളുണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ ചെന്നിട്ട് നേരെ കിടന്ന് ഉറങ്ങി കേട്ടോ. ഹേ ഗായ്സ്, അപ്പം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് നേരെ കയറി കടന്നു. പിന്നെ ഇനിയിപ്പം ഞാൻ പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അതിന് റെഡിയായതാണ് ഗൈസ്. വൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. സോ ഐ ലൈക്ക് ഇറ്റ്. നല്ല ഭംഗിയുണ്ട് എന്നൊക്കെയാണ് ഞാൻ തന്നെ പറയട്ടോ. നിങ്ങൾ പറ ഗൈസ് എങ്ങനെ ഉണ്ടോ. ഗൈസ് രണ്ടാമത് ഞാൻ മുടി ചീവി. ആദ്യം കേളി ഹെയർ, മുടി ചീവി കഴിഞ്ഞത് വേവി ഹെയർ. ഇതാണ് എൻ്റെ ഹെയർ. ഇതെന്ത് തരമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പം നല്ല രസമുണ്ട്. മൂൺ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. രാത്രിയിൽ എല്ലാവരും പിന്നെ നടന്നു. അവിടുത്തെ ഒരു പള്ളിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം. അപ്പം അവിടെ സൈഡ് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം അവിടുത്തെ കുറേ പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇങ്ങനെ പ്രോഗ്രാംസ് ആയിരുന്നു. എല്ലാം പാട്ടായിരുന്നു കേട്ടോ. അപ്പം പിള്ളേരുടെ പാട്ട്, ആൻറ്റിമാരുടെ പാട്ട്, ഞങ്ങളുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കരോളൊക്കെ പോലെ കുറേ പിള്ളേരും ആൾക്കാരൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ ക്രിസ്മസ് ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഇത് സെലിബ്രേഷൻ അല്ല. അവിടെ ഹോസ്റ്റലിൽ ഞാൻ നിൽക്കുമ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പാട്ടിന് കേട്ടോ പാട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ. അപ്പം കഴിഞ്ഞ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വന്നതാണ്. അപ്പം എന്താ പറയുക, അപ്പോൾ അവിടുത്തെ പ്രോഗ്രാമൊക്കെ സെറ്റായിട്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക ചുമ്മാ അത് വഴിയൊക്കെ നടന്നു കേട്ടോ. കുറേ കുഞ്ഞാവന്മാരുണ്ടായിരുന്നു. അതിൽ ഫ്രണ്ടിൽ നിന്ന് കുഞ്ഞാവ് ഞങ്ങൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ടൈമൊക്കെ പോയി. അതിനുശേഷം ഇങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ അവിടെ കയറി വരുന്നൊരു സീനൊക്കെ ഉണ്ടായിരുന്നു. അതും രസമായിരുന്നു. അതൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ കേക്കൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ മേടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് ആ പള്ളിയിൽ കാര്യങ്ങൾ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. അപ്പം നല്ല രസമായിരുന്നു. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. എല്ലാ മരത്തിലും ലൈറ്റ്സൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ ഫുള്ള് ലൈറ്റായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ഡെക്കറേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതുവഴിയൊക്കെ നടന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള ടൈമായി 10 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പവും ചിക്കനായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയൊരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ അടിയിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ഒരു വലിയൊരു തുണി പോലത്തെ സാധനം അതിങ്ങനെ പൊക്കി വിടുന്നത്. അതാണ് ഇതുകൊണ്ടാണ് ഗൈസ് അപ്പ് പോകുന്നത്. ഏതോ ഒരു മൂവിയിലെ സീൻ എങ്ങനെയാണ് ആനന്ദോ അങ്ങനെന്തോ എന്ന് തോന്നുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് സൂര്യ അവിടെ ഷോയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിനിപ്പോഴത്തെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പം എന്നെ വിളിക്കും. അങ്ങനെ അവൾ ചുമ്മാ ലൈറ്റ്സൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് എന്നോട് പറഞ്ഞു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ആ മരത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അങ്ങോട്ട് ഓടിപ്പോവാണ്. ഈ ഫോട്ടോ എടുത്ത് സൂര്യനെ ഫോട്ടോ എടുക്കാൻ നിർത്തി കഴിഞ്ഞാൽ ഒരു 10,000 ഫോട്ടോ എടുക്കാൻ അവൾ നിർത്തില്ല. അന്ന് ഫോൺ സ്റ്റോറേജ് ഫുള്ളാണ്. പിന്നെ ഞാനും ചുമ്മാ അതുവഴിയൊക്കെ നടന്നു. എനിക്ക് എടുത്ത് തന്നിട്ട് ഇതിന് പറഞ്ഞില്ലെങ്കിൽ എന്നെ കൊല്ലും. പിന്നെ ഞങ്ങൾ അതുവഴി കുറച്ച് നേരം പിന്നെയും ചുറ്റി കിടന്നു. പിന്നെ പിറ്റേ ദിവസം ഞാൻ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വീട്ടിൽ പോവാണ് ഗൈസ് 3 ആഴ്ചയ്ക്ക് ശേഷം. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് നേരമൊന്നും വെളുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ എണീറ്റ് ഗേറ്റ് പോലും തുറന്നിട്ടുണ്ടായിരുന്നില്ല ഹോസ്റ്റലിൽ. അങ്ങനെ ഞാൻ ആൻറ്റി അടുത്ത് വന്നിട്ട് ഗേറ്റൊക്കെ തുറന്നിരുന്നു. നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു. അങ്ങനെ നടന്നു. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് സ്റ്റോപ്പിലോട്ട്. അങ്ങനെ കുറച്ച് നടന്നിട്ടോ.
നടന്ന് നമ്മൾ സ്റ്റോപ്പിലെത്തി. രാവിലെ ആണ്ട് നല്ല തണുപ്പായിരുന്നു. എൻ്റെ കൈയൊക്കെ അനക്കാൻ പറ്റുന്നില്ലായിരുന്നു, കൈ മരച്ചിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം സ്റ്റോപ്പിലിരുന്നു. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതിൻ്റെ വോയിസ് ക്ലിപ്പ് പോയി ഗൈസ്. എന്നിട്ട് ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ എന്തോ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു ബസ് വന്നത് ഞാൻ കണ്ടില്ല. ബസ് നിർത്തി സൗണ്ട് കേട്ടിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേ ബസ് കണ്ടത്. പിന്നെ ഓടിച്ചാടി കയറി. പിന്നെ ഇവിടുത്തെ മലകളും കുന്നുകളിലേക്കാണ് ഞാൻ പറയാണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. എൻ്റെ വ്ളോഗിൽ നിങ്ങൾ കേട്ട് എടുത്തിട്ടുണ്ടാവും. പ്രകൃതി രമണീയം, അതിന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. പിന്നെ ഞാൻ എൻ്റെ ടൗണിലെത്തി ഗൈസ്. എന്തൊരു സമാധാനം. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോയി. മെയിനായിട്ട് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ ഷോപ്പിംഗ് ആയിരുന്നു ഇന്ന്. അതുകൊണ്ട് അതിനൊക്കെ പോയി. അപ്പം വന്നപ്പോൾ തന്നെ എന്താ പറയുക, അവിടെ ഒരു വെഡ്ഡിങ്ങിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പോയില്ല കേട്ടോ. അതൊക്കെ ഞങ്ങൾ ചുമ്മാ നോക്കാം, അവർ പറഞ്ഞ് നോക്കിയിട്ട് കയറാനാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് നോക്കിയതാണ് കാണിക്കുന്നത്. ഇതുവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഫുള്ള് വർക്ക് വെറും 36,000 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ ഷോപ്പിനകത്ത് കയറി. ഞാനൊരു ലെഹങ്ക എടുക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പിന്നെ അവിടെ ചെന്നപ്പോൾ തീരുമാനം മാറ്റിയിട്ട് ഗൗൺ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു നെറ്റാണ് എടുത്തത്. ഇത് ഭയങ്കര കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ. കാരണം 1 മീറ്ററിന് 649 സംതിങ് ആണ്. അങ്ങനെ എല്ലാത്തിൻ്റെ റേറ്റ് അങ്ങനെയാണ്. നെറ്റിന് കുറച്ച് റേറ്റ് കൂടുതലാണ് പറയുന്നത്. അതുപോലെ നല്ല മെറ്റീരിയലാണ്. അങ്ങനെ അത് നോക്കി ആ നെറ്റിൻ്റെ പീസ് വെച്ചിട്ട് ബ്ലൗസ് പോലെ തയ്ച്ചിട്ട് ബാക്കി ഇങ്ങനെ സാറ്റിൻ്റെ മെറ്റീരിയൽ വെച്ച് തയ്ക്കാമെന്നാണ് പറയുന്നത്. ആക്ച്വലി ഞാൻ ഇതിവിടെ പറയാൻ പാടില്ല, നിങ്ങൾ സർപ്രൈസ് ആയിട്ട് എൻ്റെ ഇത് കാണാവുള്ളൂ. ഞാനിതെല്ലാം പറഞ്ഞു ഇപ്പം തന്നെ സർപ്രൈസ് പൊളിച്ചാനേ. സോ ഞാനെല്ലാം പറയുന്നതിൽ ഈ ഒരു മെറ്റീരിയലാണ് എടുത്തത്. സാറ്റിൻ്റെ ആണ്. എനിക്ക് പണ്ടേ സാറ്റിൻ്റെ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. വലിയ സർപ്രൈസ് ആണെന്ന് വെച്ചാൽ വലിയ സർപ്രൈസ് ഒന്നുമില്ല, എനിക്ക് വലിയൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അത് നിങ്ങൾക്ക് സന്തോഷമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സെറ്റായി. ഞാൻ വെഡ്ഡിങ്ങിൻ്റെ ഡേ ഞാൻ ഈ ഡ്രസ്സ് കാണിക്കുള്ളൂ കേട്ടോ, അതിന് മുമ്പ് ഞാൻ കാണിക്കില്ല. സൺഡേ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ലൈനിങ് വാങ്ങിക്കാനായിട്ട് അടുത്ത് തന്നെ ഉള്ളൊരു വേറൊരു ഷോപ്പിൽ നമ്മൾ കയറി. അങ്ങനെ അവിടെ നിന്ന് ലൈനിങ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ അമ്മയാണ് കേട്ടോ തയ്ക്കുന്നതൊക്കെ. അപ്പം നൂല് മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ച മെറ്റീരിയലിൻ്റെ അതെല്ലാം കളറായിട്ട് നൂലൊക്കെ വാങ്ങി. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ഗായ്സ്.